പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ ചിത്രമായ കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഈ വെള്ളിയാഴ്ച മെയ് 10 തിയേറ്ററിൽ റിലീസ് ചെയ്യും. സോ ഈ ഒരു സിനിമ കാണുന്നതിന് പറഞ്ഞിരിക്കേണ്ട ചുരുക്കം ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു ഫ്രാഞ്ചൈസിലെ അല്ലെങ്കിൽ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസിലെ 10ാമത്തെ മൂവിയാണിത്. ഓൾറെഡി 3 ട്രയോളജി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. സോ ഇതൊരു പുതിയ ട്രയോളജിയുടെ ആദ്യത്തെ മൂവിയാണെന്ന് പറയാം. സോ റീബൂട്ട് ട്രയോളജി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസ്, ഡോൺ ആൻഡ് വാർ ഈ 3 പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസുകളിൽ അല്ലെങ്കിൽ ആ ഒരു 3 സിനിമകളിൽ തന്നെ ഒരു സ്റ്റാൻഡ് അലോൺ സീക്വലായിട്ട് പുറത്തിറങ്ങുന്ന സിനിമയാണ്. സോ സ്റ്റാൻഡ് അലോൺ സ്വഭാവം ഉള്ളത് കൊണ്ട് നിങ്ങൾ കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ഈ പറഞ്ഞ 10 സിനിമകൾ കാണുന്ന ഒരു നിർബന്ധമില്ല. എങ്കിലും കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ആ ഒരു 3 സിനിമകൾ റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, ഡോൺ ആൻഡ് വാർ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഈ ഒരു 3 സിനിമകൾ കണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമയുടെ അതേ യൂണിവേഴ്സിലാണ് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അറിഞ്ഞിരിക്കാൻ ചിലപ്പോൾ കുറച്ച് ഉപകാരം ഉണ്ടാവും. എങ്കിലും ഇത് കണ്ടില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല. കണ്ട കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഓൾറെഡി ഈ ഒരു പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന ഒരു ടൈം ലൈൻ തന്നെ ഭയങ്കരധികം കൺഫ്യൂസിംഗ് ആണ് കുറച്ചൊക്കെ. കാരണം ആ ഒരു 3 ട്രയോളജിയിൽ 3 ടൈം പീരീഡാണ് കാണിക്കുന്നത്. ചിലതിൽ 1990s ഉണ്ട്, 1970s ഉണ്ട്, 2000 കാലഘട്ടം ഉണ്ട്, ചിലത് 2500, 2300 എന്നിങ്ങനെയൊക്കെ പോകും. സോ അങ്ങനത്തെ കുറച്ച് വലിയ ടൈം ഗ്യാപ്പുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ടൈം ട്രാവൽ ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സിനിമ കാണാൻ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അവർ ലിനിയർ ടൈം ഗ്യാപ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കാണിച്ചു തരിക. കാരണം റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിൽ എന്ന് പറഞ്ഞപ്പോൾ 2011 പുറത്തിറങ്ങിയ ആ ഒരു സിനിമയിൽ ആ ഒരു കാലഘട്ടം മുതൽ ഒരു 10-20 വർഷ ഗ്യാപ്പിലാണ് ആകെ കാണിക്കുന്നത്. സോ അവിടെ മുതൽ ഇപ്പോൾ വാർ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഇപ്പോൾ എനിക്ക് ആണെങ്കിൽ 2022 അല്ലെങ്കിൽ 2018 പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഒരു 300 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത്. സോ ഒരു സീക്വൽ എന്ന നിലയ്ക്ക് അതിലുള്ള ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ റിട്ടേണിങ് ഉണ്ടാവില്ല. അതിൻ്റെ ഡയറക്റ്റ് സീക്വൽ അല്ല, ഒരു സ്റ്റാൻഡ് അലോൺ സീക്വലാണ്. സോ ഒരു സെഞ്ചുറീസ് കഴിഞ്ഞ്, ഒരു 3 സെഞ്ചുറി കഴിഞ്ഞ്, ഒരു 300 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമയുടെ കഥ നടക്കുക. സോ ഈ ഒരു സിനിമയിലും പക്ഷേ സീസർ എന്ന നമ്മുടെ കഴിഞ്ഞ 3 സിനിമകളിൽ കണ്ടിട്ടുള്ള ആ ഒരു മെയിൻ പ്രോട്ടോഗോണിസ്റ്റ് ക്യാരക്ടറിന്റെ ആ ഒരു ഫോളോ അപ്പ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. വാർ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന സിനിമയ്ക്ക് ശേഷം സീസർ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഏപ്സിന്റെ കിങ്ഡം, അതിന്റെ കണ്ടിന്യൂറ്റിയാണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. സോ അതിൽ കുറേ വർഷം കഴിഞ്ഞ് ഏപ്സ് കംപ്ലീറ്റ് ആയിട്ട് എർത്തിൽ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പുതിയ കിങ് ആയ പ്രോക്സിമസ് സീസർ എന്ന് പേരുള്ള പുതിയൊരു ഏപ്പ് ക്യാരക്ടർ ഈ ഒരു ഏപ്സിന് മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യും. അതിന് എതിർത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ഏപ്സിന്റെ കഥയൊക്കെ ആയിരിക്കും ഇതിൽ നമുക്ക് കാണിച്ചു തരാം. അതിനോടൊപ്പം തന്നെ മെയ് എന്ന് പേരുള്ള പുതിയൊരു ഹ്യൂമൻ പ്രോട്ടോഗോണിസ്റ്റ് ക്യാരക്ടറും ഈ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ നോവ എന്ന് പേരുള്ള ഒരു ചിമ്പാൻസി ഹണ്ടർ, ഇവർ രണ്ടുപേരായിരിക്കും ഒരു പ്രോട്ടോഗോണിസ്റ്റ് രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ബാക്കിയുള്ളവരൊക്കെ ഒരു ആന്റഗോണിസ്റ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇതില്ലാണ്ട് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ സിനിമകളിലെ യാതൊരു ക്യാരക്ടേഴ്സും മുട്ടടി വരില്ല. ഇതിൽ സീസർ എന്ന് പേര് കാണും. ഇതിൽ പ്രോക്സിമസ് സീസർ എന്നാണ് ഇതിൽ പേര്. ആ ഒരു സീസറിന്റെ ഡിസെൻഡന്റ് ആയിട്ട് പറയുന്ന കുറച്ച് ആൾക്കാരാണ്. സോ ആ ഒരു ഫോളോ അപ്പ് വരുന്നതുകൊണ്ടാണ് സീസറിന്റെ പേര് നമുക്ക് ഇതുപോലെ റിട്ടേണിംഗ് ആയിട്ട് സിനിമയിൽ കേൾക്കാൻ സാധിക്കുക. സീസർ ആരാന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ 3 സിനിമകൾ കണ്ടിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതിൽ മെയ് എന്നൊരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത് ഫ്രയാലിനാണ്. വിച്ചർ എന്ന സീരീസിലെ സിറി എന്നൊരു ക്യാരക്ടറെ നമുക്ക് പരിചയമുള്ള ആക്ട്രസ്. ആൻഡ് ഇവരുടെ ഒരു കണ്ടിന്യൂറ്റി ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള അടുത്ത 2 സിനിമകൾ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പുതിയൊരു ട്രയോളജിയുടെ ആദ്യത്തെ മൂവിയാണ്. ഇത് കഴിഞ്ഞ് 2-3 സിനിമകൾ ഇനി വരാതിരിക്കുന്നുണ്ട്. സോ ആക്ച്വലി എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ ആ ഒരു ഫുൾ സർക്കിൾ കഴിയുമ്പോൾ നമുക്ക് കഴിഞ്ഞ സിനിമകളായിട്ട് ചിലപ്പോൾ ടൈപ്പ് വന്നേക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഈ സിനിമയിൽ പ്രൊഡിക്റ്റ് ചെയ്ത് കാണിച്ചേക്കാന്നൊക്കെ ഉണ്ട്. പക്ഷെ അറിയില്ല, റീബൂട്ട് ഫ്രാഞ്ചൈസ് ആണ്, ഇവരെങ്ങനെ പഴയതിനെ കണക്ട് ചെയ്യുന്നു യാതൊരു തരത്തിലുള്ള പിടുത്തമില്ല. ഇനി കണക്ട് ആയില്ലെങ്കിലും ഇത് വെച്ച് അങ്ങോട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവർക്ക് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ഫ്രാഞ്ചൈസിന് ഫ്യൂച്ചർ ഒരുപാടുണ്ടെന്ന് പറയാം. ഒരുപാട് ഇതുപോലുള്ള സിനിമകൾ, ഒരുപാട് നല്ല കണ്ടന്റുകൾ വരാൻ സാധ്യതയുള്ള ഒരു ഫ്രാഞ്ചൈസ് ആണ്. ആൻഡ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് വെസ്റ്റ് ബോൾ ആണ്, നമ്മുടെ മെയ്സ് റണ്ണർ ചിത്രങ്ങളുടെ ഡയറക്ടർ. ആദ്യത്തെ റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന സിനിമ റൂപ്പർട്ട് ബാറ്റും, ഡോൺ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ആൻഡ് വാർ ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നീ 2 സിനിമകൾ മാറ്റ് റീവ്സ് ആയിരുന്നു സംവിധാനം ചെയ്തത്. ആ 3rd മൂവിയൊക്കെ ഒരു രക്ഷയില്ലാത്തായിരുന്നു. കിഡിലിൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഈ ലോഗൻ കാണുന്ന പോലെ ഒരു ഫ്രാഞ്ചൈസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രിബ്യൂട്ട് എൻഡിങ് ആയിരുന്നു അത്, പ്രത്യേകിച്ച് ആ സീസർ എന്നൊരു ക്യാരക്ടറിന്. സോ അങ്ങനെ നിർത്തിയവിടെ നിന്നാണ് ഇത് പിന്നീടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തൊട്ടടുത്ത വർഷങ്ങളല്ലാതെ 300 വർഷം ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് പുതിയ കഥയും ഫ്രഷ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾക്ക് കാണിക്കാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലൂടെ ഒരു ഉദ്ദേശിക്കുന്നത് മെയ് എന്നൊരു ക്യാരക്ടറുടെ പെർസ്പെക്റ്റീവിലൂടെ കഥ പറയാനാണ്. അതുകൊണ്ട് തന്നെ അധികം പുറലോകമായിട്ട് ബന്ധമില്ലാത്ത ഈ ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് ഒരു വേൾഡ് കാണുമ്പോൾ, അതും ഏപ്സിന്റെ പ്ലാനറ്റ് കാണുമ്പോൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു സിനിമയിൽ നമുക്ക് കാണിച്ചു തരിക. സിനിമ ഇന്ത്യ ഐമാക്സിലൊക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല, ഫിലിം ഫോർ ഐമാക്സ് ആണ്, കൺവേർട്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. ഈ സിനിമ ഇന്ത്യയിൽ മെയ് 10 റിലീസ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് ഈ മാസമുള്ള വലിയ റിലീസുകളൊന്ന് ഫ്യൂരിയോസിയാണ്. സോ ഫ്യൂരിയോസ് ഇറങ്ങേണ്ട അതേ ഡേറ്റിലായിരുന്നു ആദ്യം ഇറങ്ങേണ്ടിരുന്നത്. മെയ് 24 റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ ഉള്ളത് കൊണ്ട് 2 ആഴ്ച മുമ്പ് ഇങ്ങനെ മാറ്റിയതാണ്. സോ ഈ ഫ്രാഞ്ചൈസിനെ പറ്റി യാതൊരു പിടുത്തില്ലെങ്കിലും ഒരു സ്റ്റാൻഡ് അലോൺ സ്വഭാവം ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിനിമയ്ക്ക് കയറാം. സോ ഈ സിനിമ ഈ വെള്ളിയാഴ്ച തിയേറ്ററിൽ റിലീസ് ചെയ്യും. സോ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീണ്ടും കാണാം.